ചേട്ടനെ യൂട്യൂബിൽ കണ്ടിട്ട് ചേട്ടനെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് കോയമ്പത്തൂരിന് മധുരയ്ക്ക് വന്നതാണ്. ചേട്ടൻ്റെ ഒരു വലിയൊരു ഫോളോവറാണ്. ഇവൻ്റെ കൂടെ വന്നു, ഇഷ്ടപ്പെട്ടിട്ട്. ഇത് കിടന്നല്ലേ രാവിലെ ഇവിടെയൊക്കെ നനയ്ക്കും, അതിനെ മഴ എന്ന് പറയും. ഈ വണ്ടിയൊക്കെ നനച്ചിട്ടുണ്ട് കേട്ടാ, കണ്ട രാവിലെ ഇവിടെ മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ മധുരയിൽ മഴ. അങ്ങനെ രാവിലെ നേരം വെളുത്തു, നമ്മൾ വർക്കിന് പോവുകയാണ് സുഹൃത്തുക്കളെ. ചേമ്പിലെ പറ്റി പുട്ട് തമിഴ് സാപ്പാട് എപ്പിടി ഇരിക്കടാ സുമേഷ്? ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട്? പിന്നെ വേഗം എന്താ ഇന്നലെ കഴിച്ച മട്ടൻ ബിരിയാണി രസമുണ്ടെന്നാ പറയണേ കാവിഞ്ചാട്ടൻ. അതെയോ കാവിഞ്ചാട്ടാ? പരിപാടികളൊക്കെ കഴിഞ്ഞു, വർക്കൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും ടയേർഡിൻ്റെ അറ്റത്തെത്തിയിരിക്കുകയാണ്. ഫുൾ ടയേർഡ്. ഇനി ഇവിടുന്ന് നേരെ നാട്ടിലേക്ക്. എല്ലാവരും പോയി, ചെക്കനും പോയി, പെണ്ണും പോയി, ഒക്കെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവർ രണ്ടുപേരും എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. ഇതുപോലത്തെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ കാണുമ്പോൾ അവരൊക്കെ വീഡിയോയിൽ കാണിക്കാം. ഉണ്ടല്ലോ ഞങ്ങളുടെ വണ്ടിയിൽ ആകെ എത്ര സാധനങ്ങളുള്ളൂ. വാവ്, മനസ്സിലായി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. എന്തൊട്ട് പരിപാടിയാ സുമ്മോ? ഒരാള് ഇത് സാധനങ്ങൾ എടുത്ത് വെക്കുമ്പോൾ കണ്ടിട്ട് നീ പിന്നെ കാര്യം പറഞ്ഞൂടെ? ഒരാൾക്കാരൊരുമാതിരി പരിപാടി. നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുക, ഒക്കെ സെറ്റാക്കി പോവാ റെഡി ആയിട്ട് എടുക്കുമ്പോൾ അവൻ്റെ പരിപാടി എന്ത് ചെയ്യും? എന്ത് ചെയ്യും നമ്മള്? സുമനോട് പണി കൊടുക്കുന്നു. ഒരു പണി എന്താ? കിഷോർ ബൈ പോവാണ്. ഷാജു ബൈ പറഞ്ഞിട്ട് പോടാ. ബൈ. സബ്സ്ക്രൈബ്. ഞങ്ങൾ പോവാണ്ട് നിൽക്കുക, ഹോളിന് കാവല് നിൽക്കുക. ഇന്റെ വണ്ടി പോയിട്ട് വേണടാ ഞങ്ങൾക്ക് പോറത്തേക്ക്. ഓക്കെ ബൈ. എല്ലാ ഉറങ്ങാൻ വണ്ടിയുടെ ഉള്ളിൽ കയറി ഉറങ്ങാം. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, കേക്ക് സാധനങ്ങളൊക്കെ. പക്ഷെ നമ്മളതൊന്നും കഴിക്കണില്ല, നമ്മൾ പപ്സ് മാത്രമേ കഴിക്കണുള്ളൂ. കട്ടിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നോർമലി നമ്മൾ കഴിക്കുന്ന പപ്പിൻ്റെ അത്രയ്ക്ക് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. മല്ലിയുടെ അത് കൂടുതലുണ്ട്. സെക്കൻഡ് റൗണ്ട് പപ്സ് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞു. നമ്മളതിനകത്ത് മസാലയിലൊക്കെ മുട്ട ചിക്കിയിട്ട് അതിൻ്റെ പീസുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഒരു ഹാഫ് മുട്ട കഴിക്കുന്നു.
നോർമൽ കോഫി പൈസ നല്ല അച്ഛാ കാപ്പി കേരള में नहीं मिलेगा. അതെ കേരളത്തിനെ പൈസ ഏറ്റവും ടോപ്പ് കോഫി. സൂര്യനെ കണ്ട സൂര്യൻ പാലത്തിൻ്റെ അടിയിൽ വിജറമ്പിച്ച് നിൽക്കുകയാണ്, അസ്തമിക്കാനായി. നമ്മളിത് ഇനി ഒറ്റ വിടലാണ്. സ്ട്രെയിറ്റ് റോഡ് നമ്മൾ ഹൈവേയിലെത്തി. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് നേരെ ഹൈവേയിൽ കയറുന്നു പോകുന്നു. വേറെ പരിപാടികളൊന്നുമില്ല. ഇനി രാത്രിയിലത്തെ എന്താ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഗൈസ് സീ യു, ബൈ ബൈ. നമ്മളിവിടെ നേരെ വീട്ടിലെത്തുന്നതോട് കൂടിയിട്ട് ഈ പരിപാടി അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ വളരെ ചെറിയ വിശേഷങ്ങളാണ്, ഫുൾ ബിസിയാണ്. ചെതറി നടക്കുക, തെറിച്ചാൽ പോവും, ഒറ്റ മൈൻഡ്. ഗൈസ് നമ്മളിതേ പോയി, നമ്മുടെ വണ്ടി ഇതേ എടുക്കണണ്ട, ഇതാ കെടുക്കുന്നു നമ്മളുടെ കാർ. ഫുള്ള് ബിസി മൊത്തത്തിൽ തിക്കും തിരക്കും പിടിച്ചൊരു സ്ഥലമാണിത്. അപ്പോൾ നമ്മുടെ വണ്ടി ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് റൈഡ് വരുന്നത്. ഫസ്റ്റ് റൈഡാണ് വണ്ടിയുടെ. അതായത് 100 കിലോമീറ്റേഴ്സിൻ്റെ മുകളിൽ, അതായത് ഞങ്ങൾ കോയമ്പത്തൂർ പോയിട്ടുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ വൺ സൈഡ് 200 കിലോമീറ്റർ അങ്ങനത്തെ ഒരു ലോങ് ഓട്ടം ഇതുവരെ വണ്ടി ഓടിയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് വണ്ടി, ഇന്ന് ഞങ്ങൾ ഈ വന്ന വരവിലാണ് വണ്ടി ഫസ്റ്റ് ടൈം വണ്ടി ലോങ് ഓടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും പരിപാടികളും എന്ന് പറയുമ്പോൾ. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വിടുകയാണ് വണ്ടി ഇവിടുന്ന് നേരെ നാട്ടിലേക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാപ്പ് ഇട്ടിട്ടുള്ള പൊള്ളാച്ചിയിലെത്തിയതിന് ശേഷം സ്ട്രെയിറ്റ് പാലക്കാട് നേരെ തൃശ്ശൂർ എത്തി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര രസമുള്ള കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് റോഡിലൊക്കെ പണി നടക്കുന്ന കാരണം കൊണ്ട് ഫുള്ള് എന്താ പറയാ, അതിനെ ഡസ്റ്റ്മൻ ഭയങ്കര ഡസ്റ്റാ. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നാട്ടിൽ. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, മധുരയിൽ വരുന്നവര് സൂക്ഷിക്കുക, പൊടിയിലൊന്നും കണ്ണിൽ പോവാണ്ടൊക്കെ ആയിട്ട് നടക്കുക. ഭയങ്കര സിറ്റിയാ, ഭയങ്കര തിരക്കുള്ള ഏരിയ. നല്ല തിരക്കാ, നിങ്ങൾ കണ്ടില്ലേ? തിരക്കാന്ന് എനിക്ക് തോന്നുന്നു. അതെ അവിടെ നിങ്ങളുടെ എത്തണ കാരണം കൊണ്ട് തന്നെ നല്ല തിരക്കാ. ഞങ്ങക്ക് ഭയങ്കര തിരക്കാ. പൊള്ളാച്ചിന്ന് വന്നതില് കുറച്ച് തിരക്കുറവുള്ള സ്ഥലം. ഇവിടെ റോഡ് മൊത്തം ബ്ലോക്കാ. ഇവിടെ ഫ്രണ്ടിൽ ഫുള്ള് ബ്ലോക്കാ. കണ്ട മനസ്സിലാവില്ല, പക്ഷെ നല്ല ബ്ലോക്ക് ഉണ്ട്. റോഡിൽ മൊത്തം ബ്ലോക്കാ. വണ്ടി ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കില്ല ഫുൾ ടൈം പോയി. സുമേഷിനെ കണ്ടപ്പോ ഏത് ബന്ധക്കാരനെ കണ്ട പോലെ നോക്കുന്നു. ഞാൻ ബ്ലോഗറാ. സുമേഷിനെ കണ്ടപ്പോഴല്ലേ ബാക്കിലിരിക്കുന്ന ആളെ കണ്ടപ്പോഴാ തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാര്യങ്ങള്. അതെ, കള്ളത്തിൽ നിന്ന് നാണം വന്നത് എനിക്കിപ്പോ. ഇങ്ങോട്ട് നോക്ക്, 108 ആംബുലൻസ് തമിഴ്നാടല്ലേ, നമ്മുടെ കേരളല്ലോ. എല്ലായിടത്തും 108. കേരളം മൊത്തം, ഇന്ത്യ മൊത്തം 108 ആംബുലൻസ് ഇതിന്റെ അങ്ങനെയാണോ? എനിക്കറിയില്ല അതിനെ കുറിച്ച്. ശരിയാ, നമ്മൾ നോക്കിയാരോണ്ടാ കണ്ടത്. വേറെ കേസ് അല്ല, നോക്കാൻ കാരണം എന്താ, 108 കണ്ട കാരണല്ലേ. അതെ നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയിച്ച് നിങ്ങൾ കമന്റ് ചെയ്യട്ടാ. 2.16 കല്യാണം ഒന്നല്ല, കല്യാണത്തിന് 50 പരിപാടിയാ. ശിവന്റെ അമ്പലത്തിലത്തെ അമ്പലം. അയ്യാ, അല്ലെങ്കിൽ ചൂടെടുത്തിരിക്കുന്നത്. നാവ് പൊന്നാണോ ഇത് കടന്നല്ലേ? ഇത് കടന്ന ബ്രോ എടുത്തോട്ടാ, കടന്നില്ല ചേട്ടാ. മലയാളി അല്ല, ഇത് തുറക്കാണോ? ആ ഔട്ടാക്കോ.
അത്ഭുതമായില്ലേ? ലിമിറ്റഡ് എഡിഷൻ പോലെ കിട്ടിയില്ലേ ഇവിടെ? നമ്മൾ ബ്ലോഗൊന്നും എടുക്കാനുള്ള മൂടുണ്ടായിരുന്നില്ല. ഇത് വരുന്ന കണ്ടപ്പോൾ പിന്നെ ഫുൾ വൈബായില്ലേ? ഒറ്റ മൈൻഡ്. ഞാൻ ബട്ടർനാൻ. എല്ലാവരും വ്യത്യസ്തമായ സാധനങ്ങളാണ് പ്രാവശ്യം, വ്യത്യസ്തരായിട്ടുണ്ട്. കുഴപ്പമില്ല, കാത്തിരുന്നിട്ട് ഉറക്കൊക്കെ വന്നത് നന്നായി. ഉണർന്നു, തീയൊക്കെ കത്തി ചൂടാക്കി. തട്ടിപ്പൊളി സാധനം കണ്ടറിഞ്ഞൂടെ? പറയും പോണ 1 മിനിറ്റായി. ഇത് കൊള്ളാടാ ഉത്തരട്ടാ, നല്ല മണം. അയ്യോ രക്ഷയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മണം. ഇത് രസല്ലേ? അപ്പൊ അല്ല റൊട്ടിയല്ല, പുട്ടേനുണ്ട്. അങ്ങനെയുണ്ട് ചിക്കൻ്റെ പീസ് ചൂടാണ്. ഇതിനുള്ളിൽ കണ്ണലിട്ടിട്ട് സ്മോക്ക് ചെയ്യില്ലേ, ആ സാധനമാണ് കരുതിയത്. ഞാൻ വേഗം കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് കഴിക്കട്ടെ. ഇത് സമയമില്ല, തീരെ സമയമില്ല. ചൂട് ഇയാള് കാരണം കൊണ്ടാണ് സ്പൈസി ആവാൻ വേണ്ടിയിരുന്നത്. സാധനം കൊള്ളാം കഴിച്ച് കഴിച്ചിട്ട് വരാം. അങ്ങനെ കാത്തിരുന്ന് ലെമൺ ടീ എത്തി, ചായ എത്തി. നല്ല ലെമൺ ടീ. ആഹാ, നല്ല ലൈം ജ്യൂസ്. അവർ ബില്ല് കണ്ടല്ലോ.